അങ്ങനെ മലക്കുവാണ് കേസ് പോയിട്ടുണ്ട് കേസ് പറയണ്ട കരിമല പോയിട്ടുണ്ട്. ശബരിമലയിൽ മുന്നേ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കരിമല ചവിട്ടി യാത്ര പോകുന്നത്. ഞാനും കുഞ്ഞൂട്ടനും നാട്ടിലെ കൂട്ടുകാരും ഒക്കെ കൂടിയിട്ടാണ് അയ്യപ്പനിലേക്ക് കരിമല ചവിട്ടിയിട്ട് പോയിട്ടുണ്ടായത്. കണ്ണൂരുള്ള സാരഥി ട്രാവൽസിൻ്റെ നേതൃത്വത്തിലായിരുന്നു, അവരുടെ വണ്ടിയിലായിരുന്നു പോയത്. പോകുന്ന വഴിക്ക് കുറേ അമ്പലങ്ങൾ ദർശനം നടത്തിയിട്ടാണ് പോയത്. ഗുരുവായൂർ അമ്പലമൊക്കെ കണ്ടിട്ടാണ് പോയത്. കരിമല ചവിട്ടി പോകാനുള്ള ആഗ്രഹം വല്ലാണ്ട് മനസ്സിലുണ്ടായിട്ടാണ് ഇപ്രാവശ്യം അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് കരിമല ചവിട്ടിയിട്ട് പോവാം എന്ന് വിചാരിച്ചതിരിക്കുന്നത്. 41 ദിവസത്തെ വ്രതത്തോടു കൂടി നല്ല രീതിയിൽ വ്രതം അനുഷ്ഠിച്ചിട്ടായിരുന്നു പോയത്. മുന്നേ പോയ കുറേ ആൾക്കാരുടെ വിവരണങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ട് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കരിമല എക്സ്പീരിയൻസിനായിട്ട് പോയത്. ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്ന സമയത്ത് മോർ ദാൻ 5 മിനിറ്റ് ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് വീഡിയോ ഇടാമെന്ന് തന്നെ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ കരിമല യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ മനസ്സിനെ സ്വയം ശുദ്ധീകരിക്കുന്ന ഒരു യാത്ര എന്ന് പറയേണ്ടി വരും. അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് അഹങ്കാരം ഉപേക്ഷിച്ച് വിശ്വാസം കൈപിടിച്ച് നമ്മുടെ ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് നടന്നു ചെല്ലുന്ന ഒരു ആത്മീയമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള യാത്ര. ശബരിമല യാത്രയിൽ ഏറ്റവും കഠിനവും അതേസമയം ഏറ്റവും ആത്മീയമായിട്ടുള്ളൊരു പാതയാണ് കരിമല. കരിമല ചവിട്ടി പോകുകയെന്ന് വെച്ചാൽ നമ്മൾ ശരണം വിളിക്കുമ്പോഴാണെങ്കിലും കരിമല കഠിനം തന്നെ പറയുന്ന പോലെ നല്ല കഠിനമായിരുന്നു. പക്ഷേ സെയിം ടൈം നമുക്ക് കുറേ കാര്യങ്ങൾ സ്വയം പരീക്ഷിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയും അതുപോലെ മനസ്സിൻ്റെ സഹനവും എല്ലാ കാര്യങ്ങളും കോർത്തിണക്കി കൊണ്ടുള്ളൊരു യാത്രയാണ്. കുത്തനെയുള്ള കുറേ കയറ്റങ്ങളുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം രാത്രി നല്ല മഴയുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു. എല്ലാം കൂടി ഒന്നിച്ചെത്തുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കേൾക്കുന്ന നമ്മൾ വിളിക്കുന്ന ശരണം വിളി, ആ ഒരു മന്ത്രം വിളിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഓരോ പടിയും ചവിട്ടി കയറുന്നത്. അതേപോലെ തന്നെ ഈ കാടുകളിലുള്ള ഒരു സൈലൻസ് ഉണ്ട്, നിശബ്ദത. അതൊക്കെ നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിൽ കുറേ തിരക്കുകൾ, പല ചിന്തകൾ, പല ഭാരങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കരിമല യാത്രയിൽ നമുക്ക് മൈൻഡ് ഭയങ്കര ഫ്രീ ആണ്. ഓരോ ചുവട് വെച്ച് പല കാര്യങ്ങൾ ചെയ്ത് ശരണം വിളിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് മനസ്സ് അത്രക്ക് കൂളായിട്ട് കാമായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. കരിമല സത്യം പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞ ഒരു വിശ്വാസത്തിനാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കരിമല ചവിട്ടി പോകുമ്പോൾ സ്വാമിമാരുടെ ഒരു വേഗതയില്ല, അല്ലെങ്കിൽ ഒരു മത്സരമില്ല. എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് അവരവർക്ക് പറ്റാവുന്ന രീതിയിൽ മെല്ലെ ചവിട്ടി കുറേ നിന്ന് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ കുറേ ആൾക്കാർ പരസ്പരം സപ്പോർട്ടും ചെയ്യുന്നത് കണ്ടു. നമ്മുടെ കൂട്ടത്തിലുണ്ടായ സാരഥി ട്രാവൽസിൻ്റെ ഗൈഡ് എൻ്റെ ഒന്നിച്ചുണ്ടായ കുഞ്ഞൂട്ടൻ മോനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കരിമല മൊത്തത്തിൽ കയറാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ സമയമാറൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമുക്കെന്താണ് ശരണം വിളിച്ച് അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. ഓരോ ചുവടും അത്രയ്ക്ക് ഭക്തിസാന്ദ്രമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ മൈൻഡ് അത്രയ്ക്ക് പീസ്ഫുള്ളായിരുന്നു. ഓരോ വേർപ്പ് തുള്ളിയും നമ്മുടെ എന്താ പറയുക ഒരു സാക്രിഫൈസിൻ്റെ മുദ്രയാണെന്ന് തന്നെ പറയേണ്ടി വരും. വ്രതശുദ്ധിയോടുകൂടി ഇതിൽ പറയുന്ന നിയമത്തിന് അനുസൃതമായിട്ട് ശുദ്ധമായ പീസ്ഫുൾ മൈൻഡോടുകൂടി നമ്മൾ ഈ യാത്രയിൽ പോകുന്ന സമയത്ത് നമ്മൾ സ്വയം തിരിച്ചറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അയ്യപ്പസ്വാമി നമ്മളെ പരീക്ഷിക്കുന്നില്ല, നമ്മളെ തന്നെ സ്വയം പരീക്ഷിക്കുകയാണ്. നമ്മളെ തന്നെ സ്വയം രൂപപ്പെടുത്തുന്ന ഒരു യാത്രയാണ് കരിമല ചവിട്ടിയിട്ടുള്ള ശബരിമലയിലേക്കുള്ള യാത്ര. നമ്മുടെ ജീവിതം തന്നെ ഒരു കരിമലയാണെന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് കയറ്റങ്ങളുണ്ട്, താഴ്ചകളുണ്ട്, വീഴ്ചകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളെ സ്വയം വിശ്വാസം അർപ്പിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറം നമുക്കൊരു നല്ലൊരു അടിപൊളി ലൈഫ് ഉണ്ടാവും എന്നുള്ളത് കൂടി ഈ കരിമല യാത്ര എന്നെ സ്വയം മനസ്സിലാക്കി തന്നു. കരിമലയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് തല കുനിച്ചിട്ടായിരിക്കും നമ്മൾ പോവുക. തലയിൽ ഇരുമുടിക്കെട്ടുണ്ടാവും. അപ്പം നമുക്ക് നമ്മളെ അഹങ്കാരമോ ദുഃഖങ്ങളോ ഭയങ്ങളോ എല്ലാം പോയി വളരെ പ്യുവറായിട്ട് നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് നമ്മൾ വരും. ഇതൊക്കെ ചെയ്ത് അഭിഷേകം കഴിഞ്ഞ് നമ്മളവിടെ 18ാം പടി കയറി ലാസ്റ്റ് ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ചയോ തത്വമസി എന്ന് പറയുന്ന വാക്യമാണ് നമ്മൾ കാണുക. എന്താണ്? നീ തന്നെയാണെന്ന് വെച്ചാൽ ദൈവം അകലെയൊന്നുമില്ല. ദൈവം മലയുടെ മുകളിൽ മാത്രമല്ല,
ശുദ്ധമായിട്ടുള്ള മനസ്സുള്ള ഓരോ ഭക്തൻ്റെ ഉള്ളിലാണ് ദൈവം അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. സോ ഈ യാത്രയുടെ അവസാനം നമ്മൾ അയ്യപ്പനെ കാണുന്നതിലുപരി നമ്മൾ നമ്മളെ തന്നെ സ്വയം തിരിച്ചറിയാണ്. ആ തിരിച്ചറിവാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഈ ഒരു കരിമല യാത്ര. നിങ്ങളെല്ലാവരും കരിമല ചവിട്ടി അയ്യപ്പനെ കാണാൻ വേണ്ടി പോകാൻ ശ്രമിക്കുക.